ബോട്ട് എയർഡ്രോപ്സ് 111 ഓൾമോസ്റ്റ് 3 വർഷമാകുന്നു നമ്മുടെ ചാനൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്തിട്ട്. ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഇറങ്ങിയ സമയത്താണ് നമ്മുടെ സ്റ്റോർ ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണത്, ദീപ് സ്റ്റോർ. അപ്പോൾ അവിടത്തേക്ക് കുറേ അധികം കേസ് കവർ ഈ 111ൻ്റെ സഹിതം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി 111 എന്ന് പറഞ്ഞ മോഡൽ ഇവർ ബോട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ 161 ആണ് കൂടുതലായിട്ട് അവരങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് അവർ 111 സ്റ്റോപ്പ് ചെയ്തതെന്ന് അറിയത്തില്ല. അങ്ങനെ എന്തായാലും കുറേ അധികം എൻ്റെ കാശ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും ഡെഡ് സ്റ്റോക്ക് ആയിട്ട് കുറേയധികം 111ൻ്റെ കേസ് കവർ നമ്മുടെ സ്റ്റോറിലുണ്ട്. എന്തായാലും നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കയ്യിൽ 111 ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ട് ഞാൻ കേസ് കവർ തരാം. സോ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റയിലുള്ള നമ്മുടെ ദീപ് സ്റ്റോർ. ഇനി അതിനുവേണ്ടി മാത്രമല്ല, മറ്റുള്ള എല്ലാ ഇയർബഡ്സുകളുടെയും ഓൾമോസ്റ്റ് എല്ലാ ഇയർബഡ്സുകളുടെയും പ്രീമിയം ക്വാളിറ്റി നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് നമ്മുടെ സ്റ്റോറിലുണ്ട്. മറ്റുള്ള എവിടെ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചാണ് ഞാൻ അവിടെ നിങ്ങൾക്കായിട്ട് തരുന്നത്. സോ ഉറപ്പായിട്ടും വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു എയർഡ്രോപ്സ് 111 V2 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു 111 എന്ന് പറയുന്ന പേര് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ആ പഴയ ഓർമ്മകൾ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. എന്തായാലും ഇവിടേക്ക് വരുവാണെങ്കിൽ ബ്ലാക്ക് വൈറ്റ് എന്നിങ്ങനെ 2 കളേഴ്സിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യം തന്നെ പറയേണ്ടത് കേസ് കവർ ഒരു പ്രീമിയം ലെതർ ഫിനിഷോട് കൂടിയിട്ടാണ് വരുന്നത്. ഇത് ഈ ഒരു കേസ് കവറിന്റെ പുറമേ ഉള്ള ഭാഗം എന്ന് വെച്ചാൽ പോളികാർബണേറ്റ് മെറ്റീരിയൽ ആണോ ഇനി അതല്ല സിലിക്കൺ മെറ്റീരിയൽ ആണോ എന്നൊക്കെ ഉള്ളത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യുന്നതാണ്. എന്തായാലും ലുക്കിൽ അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് കളർ കാണാൻ നല്ല രസമുണ്ട്. 50 hours ആണ് കേട്ടോ കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്താൽ 120 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. ഇതിൽ പിന്നെ 60% നമ്മൾ പാട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതുപോലെയൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിനേക്കാളും അങ്ങോട്ട് പ്ലേ ടൈം ഒക്കെ കുറയാനും ചാൻസ് ഉണ്ട്. ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ 13mm ഡ്രൈവേഴ്സ് ആണ് ഈ ഒരു നമ്മുടെ ഇയർബഡ്സുകളിൽ കാണാൻ സാധിക്കുന്നത്. 13mm ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. എന്നാൽ ഇവരുടെ ബോട്ടിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല ബൾക്കി സൈസ് ആണ്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് നല്ല ഓൾമോസ്റ്റ് പലരും പറഞ്ഞൊരു കംപ്ലൈന്റ് ആണ് വെയറിംഗ് കംഫർട്ട് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഇതിനകത്ത് ഇല്ല എങ്കിൽ രക്ഷപ്പെട്ടു. എന്താ പറയുക, സ്പെക് വൈസ് 1199 രൂപയ്ക്ക് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ്. എന്നാൽ ചെറിയ ഡ്രോബാക്കുകളുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ക്വാഡ് മൈക്ക് വിത്ത് ENX ടെക്നോളജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്ക് വീതം കാണാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഡ്യുവൽ EQ മോഡ്സ് ഉണ്ട്, സിഗ്നേച്ചർ സൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ്ഡ് മോഡ്. സിഗ്നേച്ചർ മോഡിലാണ് ആ ഒരു തമ്പിങ് ബീറ്റ്സ് ഒക്കെ വരുന്നത്, അതായത് ബേസ് നല്ല ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്. എന്നാൽ ബാലൻസ്ഡ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒപ്റ്റിമൈസ്ഡ് സൗണ്ട് ആയിരിക്കും, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും വരിക. കൂടാതെ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഉണ്ട്. അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസുകളിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് ഈ ഒരു മൾട്ടി പോയിന്റ് കണക്ടിവിറ്റിയെ കുറച്ച് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അതേപോലെ തന്നെ IWP ടെക്നോളജി ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പ്രത്യേകം അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവും ഇയർബഡുകളുടെ ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. പിന്നെ IPX4ന്റെ ഒരു സ്വെറ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ അത്യാവശ്യം നല്ല വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ല കുറച്ച് ഡ്രസ്സിങ്ങിലൊക്കെ പോലും നമ്മളിത് ഉപയോഗിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും അടിച്ചു പോകാനായിട്ട് ചാൻസേ കുറവാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിൽ കാണാൻ സാധിക്കുന്നത്. 1199 രൂപയാണ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉള്ളത്. 1199 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇതിനകത്ത് ബീസ് മോഡ് എന്ന് പറയുന്ന സാധനം, ലോ ലേറ്റൻസി മോഡ് മിസ്സിംഗ് ആണ്. നിങ്ങളൊരു ഗെയിം കളിക്കുന്ന ഒരാളാണ്, ഇനി അതെല്ലാം മൂവീസ് ഒക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ മൂവിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ലിപ്സിങ്ക് ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ലോ ലേറ്റൻസി മോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതർവൈസ് എന്താ പറയുക, നമ്മളുടെ ആ ഒരു ലിപ് മൂവ്മെന്റ് പോയിട്ടായിരിക്കും ചിലപ്പോൾ സൗണ്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ സൗണ്ട് കേട്ടായിരിക്കും ആ ലിപ് മൂവ്മെന്റ് വരുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഒരു സിംഗിങ് ഇഷ്യൂ ആണ്. അത് ലോ ലേറ്റൻസി മോഡാണ് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു ഇഷ്യൂ കളയാനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ അത് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതൊരു നല്ലൊരു ഡ്രോബാക്ക് ആണ്. അതർവൈസ് അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഡീലായിരുന്നു 1199 രൂപയ്ക്ക്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് 1499 എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. കുറേ കൂട്ടുകാർ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഒരു ഓവർവ്യൂ ചെയ്തത്. എന്തായാലും ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. അതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി, പിന്നെ ലോ ലേറ്റൻസി മോഡ് ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു സംഭവം, പിന്നെ വെയറിംഗ് കംഫർട്ട്, എവറിത്തിങ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ ഒരു ബോട്ട് എയർഡ്രോപ്സ് 111 V2നെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.